പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാതവന്ദനം. 2 ദിനവൃത്താന്തം 16 അധ്യായം 9 വാക്യം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി നിനക്ക് യുദ്ധങ്ങളുണ്ടാകും. യഹൂദ രാജാവായ ആസയുടെ വാഴ്ചയുടെ 36 ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ബയശ യഹൂദയ്ക്ക് നേരെ യുദ്ധത്തിനായി വന്നു. ഈ സമയം ആസ യഹോവയുടെ ആലയത്തിലെയും രാജധാനിയിലെ മണ്ണാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നും എടുത്ത് ദമശേക്കിൽ വസിച്ച അരാം രാജാവായ ബെൻഹദദിന് കൊടുത്തയച്ചു. അതുവരെയും യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറിയിരുന്ന ആസയുടെ ജീവിതത്തിൽ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്ത ആസയെ ദൈവം സഹായിച്ചു. യുദ്ധങ്ങളൊന്നും വരാതെ ആസയുടെ ജീവിതത്തെ ദൈവം സംരക്ഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധി വന്നപ്പോൾ അരാം രാജാവിൽ ആശ്രയിക്കുന്ന നിമിത്തം പ്രവാചകനായ ഹനാനി ആസയുടെ അടുക്കൽ വന്ന് പറയുന്ന വാക്കാണ് നാം വായിച്ച വാക്യം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും സഞ്ചരിക്കുന്നുണ്ട്. ആ കണ്ണ് ആസയെ നോക്കിയപ്പോൾ ആസ ഭോഷത്വം പ്രവർത്തിച്ചു. അതുകൊണ്ട് പറയുകയാണ്, ഇനി നിനക്ക് യുദ്ധങ്ങളുണ്ടാകും. ഒരു വലിയ പാഠം ഈ സംഭവത്തിലൂടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരികയാണ്. ഏകാഗ്രമായ മനസ്സോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ബലം എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാതെ, യുദ്ധങ്ങൾ വരാതെ അവനെ സംരക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ ബലം എപ്പോഴും അവനോട് കൂടെ ഉണ്ടാകും. എന്നാൽ ഇസ്രായേൽ രാജാവായ ബയശ തനിക്കെതിരെ തിരിഞ്ഞുവെന്ന് മനസ്സിലായപ്പോൾ അരാം രാജാവിൻ്റെ ആശ്രയിക്കാൻ യഹൂദ രാജാവായ ആസ മനസ്സ് വെച്ചത് ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം കുറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഇനി നിനക്ക് യുദ്ധങ്ങളുണ്ടാകും. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയും ഏകാഗ്രമായ മനസ്സോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ബലം വെളിപ്പെടുത്തും. അന്നും ഇന്നും ദൈവത്തിൽ പൂർണ്ണ മനസ്സോടെ ആശ്രയിക്കണം, ഏകാഗ്രതയോടെ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുകയും ലോകത്തിൽ ആശ്രയിക്കുകയും ചെയ്തു പോകുന്നത് ദൈവത്തിന് ഹിതകരമായ കാര്യമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ പൂർണ്ണ ഏകാഗ്രതയോടെ, പൂർണ്ണമായ മനസ്സോടെ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കാത്ത, തന്നിൽ ആശ്രയിക്കുന്നവരിൽ തൻ്റെ ബലം വെളിപ്പെടുത്താൻ സദാ സന്നദ്ധനായ ദൈവമാകുന്നു അവിടുന്ന്. ആകയാൽ ഏകാഗ്രമായ ചിത്തത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ തൻ്റെ ബലം അവരിൽ ദൈവം വെളിപ്പെടുത്തും. യുദ്ധങ്ങളൊന്നും ഉണ്ടാകില്ല, തകർച്ചകൾ നേരിടാൻ അനുവദിക്കില്ല. ദൈവം വിശ്വസ്തനാണ് പ്രിയരെ. ആകയാൽ ഏകാഗ്രമായ മനസ്സോടെ ദൈവത്തിൽ ആശ്രയിക്കാൻ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ,
അങ്ങയിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് അവിടുന്ന് തന്നെ താൻ ബലവാനെന്ന് കാണിക്കുന്ന അത്ഭുതവാനായ ദൈവമാകയാൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ഏകാഗ്രമായ മനസ്സോടെ അങ്ങയിൽ ആശ്രയിക്കാൻ, അങ്ങയിൽ അഭയം കണ്ടെത്താൻ കൃപ ചെയ്യണമേ. ഇന്നേ ദിവസം അങ്ങയുടെ സഹിത്വം തരുന്ന ശുഭത നിന്റെ ജനം അനുഭവിക്കട്ടെ. അതിൻ്റെ സമാധാന പൂർണ്ണതയിൽ ജീവിപ്പാൻ കൃപ ചെയ്യണം. എല്ലാ മഹത്വവും അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.